ഹലോ ഫ്രണ്ട്സ്, കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ബന്ദ് ഗൈസ്. ഞാനങ്ങനെ ഫൈനലി ഞാൻ ആഗ്രഹിച്ച ഒരു ടാബ് വാങ്ങിച്ച് ഷൗമി പാഡ് 7. കുറേ കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു ടാബ് വാങ്ങണമെന്നും ഷൗമി തന്നെ വാങ്ങണമെന്നല്ല, ഏതെങ്കിലും ഒരെണ്ണം വാങ്ങണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഫൈനലി ഞാൻ ഷൗമി തന്നെ പോയി എടുത്തു. ഷൗമി പാഡ് 7 ഞാൻ വാങ്ങിച്ചത്. വാങ്ങിച്ച വേരിയൻ്റ് എന്ന് പറയുമ്പം 12 GB റാമും 256 ഇൻറ്റേർണൽ സ്റ്റോറേജുമുള്ള വേരിയൻ്റാണ് ഞാൻ എടുത്തത്. കളർ എന്ന് പറയുമ്പോൾ ഒരു ഡാർക്ക് ഗ്രേ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക്, ഒരു മാറ്റ് ബ്ലാക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു കളറാണ്. പിന്നെ പ്രത്യേകിച്ച് അറിയാൻ വേണ്ടി എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്പെക്കും കാര്യങ്ങളും അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നും അറിഞ്ഞൂടാ എനിക്ക്. ശരി, അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ ചെയ്യാം ഫ്രണ്ട്സ്. അതായത് അൺബോക്സിങ്ങിലോട്ട് നമുക്കിനി കിടക്കാം. ഞാനങ്ങനെ പതുക്കെ ഒരു സൈഡിൽ സ്റ്റിക്കർ വലിച്ചിളക്കി, അതേപോലെ മറ്റേ സൈഡിലും സ്റ്റിക്കർ വലിച്ചിളക്കി. കാണുമ്പോഴേ പഠിച്ചില്ല ഇനി രണ്ടാമത് ഒട്ടിച്ച് വെച്ചേനെന്ന്. അങ്ങനെ ഫൈനലി ഞാൻ എങ്ങനെയെങ്കിലും 2 സ്റ്റൈൽ സ്റ്റിക്കർ വലിച്ചിളക്കി. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല ബോക്സ് വർക്കായിട്ട് നോക്കിയാണ്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഇറിറ്റേറ്റഡായിട്ട് ഇരിക്കണോണ്ട് ഇളക്കാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കടിച്ച് പിടിച്ചിട്ട് ഇളക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് വേണ്ടി ചെയ്യണമെന്നാണ് പാട് ഫ്രണ്ട്സ്. അങ്ങനെ എങ്ങനെയും കഷ്ടപ്പെട്ട് ഞാൻ ആ ബോക്സിനെ വലിച്ച് ഇളക്കി വെച്ച് ഗൈസ്. ഇതാണ് നമ്മൾ ഫൈനലി പ്രോഡക്റ്റ്. ഇതാണ് നമ്മുടെ ടാബ്. കാണാൻ എങ്ങനെയുണ്ട് ഗൈസ്? വീഡിയോയിൽ എത്രത്തോളം നല്ലപോലെ കാണാമെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ. നമുക്കിതിനെന്തായാലും ഒരു സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് വെച്ചിരിക്കാം ഫ്രണ്ട്സ്. അങ്ങനെ 2 ബോക്സുകളുണ്ട്. ഒരെണ്ണം യൂസർ മാനുവലും മറ്റേത് ചാർജറുമാണ്. ആർക്കും വേണ്ടത്തെ യൂസർ മാനുവൽ ഗൈസ് നമുക്കെടുത്ത് അങ്ങ് കളഞ്ഞേക്കാം. ആർക്ക് വേണം അതൊക്കെ. ഇനി ഇതടുത്തത് ചാർജറാണ് ഗൈസ്. 45 വാട്ട്സിൻ്റെ ചാർജറാണ് ഗൈസ്. ടൈപ്പ് സി ചാർജറാണ് വരുന്നത്. അതുപോലെ ബാറ്ററി ബാക്കപ്പ് പറയുകയാണെങ്കിൽ 8850 mAh ബാറ്ററിയാണ് വേണം. അത്യാവശ്യം പവർ ചാർജറിനാണ് ചാർജർ വെച്ചിട്ട്. ഇനി നമുക്ക് എന്തായാലും പ്രോഡക്റ്റ് അൺബോക്സിങ്ങിലോട്ട് പോകാം ഗൈസ്. ഇനി ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ടാബ് എടുത്ത് പിടിക്കുന്നുണ്ട്. ഒറ്റയ്ക്കായിട്ടാണ് ചെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ കവറൊക്കെ വലിച്ചിളക്കുന്നുണ്ട് ഫ്രണ്ട്സ്. പിന്നെ 8850 mAh ബാറ്ററി ലൈഫ് എന്തിനാണ് തന്നതെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെ എന്തായാലും ഒരു 10,000 mAh തരാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഷൗമി അങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ ടാബ് വലിച്ചിളക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അതിൽ നിന്ന് വിട്ട് പോകണില്ല. അത് കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ തിരിയുന്നത്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ചിളക്കി. ഫൈനലി ഞാൻ എങ്ങനെയെങ്കിലും അതിനെ ഇളക്കിയെടുത്ത് നൈസിനെ ഞാൻ ടേബിളിൻ്റെ മേലോട്ട് വെച്ച്. പിന്നെ നമുക്കതിനെ ബൂട്ടിയുടെ സ്വിച്ച് തപ്പാം ഗൈസ്. കാരണം കണ്ണ് കാണാൻ പറ്റില്ല ഫ്രണ്ട്സ്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് കണ്ണ് കാണാൻ പറ്റില്ല. ഇതിൻ്റെ തിക്നെസ് ഉണ്ട് ഫ്രണ്ട്സ്. അധികം വലിയ തിക്നെസ് ഒന്നും ഇല്ലാത്ത ഒരു അത്യാവശ്യം തിന്നാണ്. ഒരു ബോക്സി ടൈപ്പ് ഡിസൈനും പക്ഷേ സൈഡിൽ ഇത്തിരി കർവ്ഡായിട്ടുള്ള ഒരു പരിപാടിയും പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കൊള്ളാം. തുടങ്ങുമ്പോൾ ഒരു പ്രീമിയം ക്വാളിറ്റി ഫീലൊക്കെ വരുന്നുണ്ട് ഗൈസ്. അതുപോലെ തന്നെ 4 വശത്തും സ്പീക്കർ വരുന്നുണ്ട്. കോഡ് സൗണ്ട് സറൗണ്ട് സ്പീക്കറാണ് ഗൈസ്. അത്യാവശ്യം നല്ല ലൗഡായിട്ട് തന്നെ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം ഗൈസ്. ഞാൻ എന്തായാലും ടാബ് ബൂട്ട് ചെയ്യാനായിട്ട് പോകുന്നു. കണ്ടെന്ന് കണ്ടുകൂടെ, ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ച് സ്വിച്ച്. അങ്ങനെ ടാബ് ബൂട്ടായി ഗൈസ്. ഷൗമിൻ്റെ ലോഗോ ഒക്കെ കാണുന്നുണ്ട്. ഷൗമിൻ്റെ ലോഗോ ഉണ്ട്. താഴെ തന്നെ നമ്മൾ ആൻഡ്രോയിഡിൻ്റെ ലോഗോ ഉണ്ട്. അത് ബൂട്ടായി പറഞ്ഞാൽ എന്തായാലും വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. കുറച്ചു നേരം കഴിഞ്ഞാൽ തന്നെ ഹൈപ്പർ ഓയിസ് എന്നും പറഞ്ഞ രീതി കഴിഞ്ഞ് കറണ്ട് ഇത് ഹൈപ്പർ ഓയിസിലാണ് റണ്ണാണ്, എല്ലാവർക്കും അറിയാമല്ലോ ഫ്രണ്ട്സ്. വേറെ സംബന്ധിച്ച് ഞാൻ ഓൾറെഡി തന്നെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അൺബോക്സിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തേ ഉള്ളൂ. പിന്നെ ഷൗമിൻ്റെ തന്നെ കീബോർഡ് മൗസ് വാങ്ങാനായിട്ട് കിട്ടും. പിന്നെ ഞാൻ ഒരു സാധാരണ എൻ്റെ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച കീബോർഡ് മൗസ് ഉണ്ട്. ഞാനത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇത് പ്ലേസ് ചെയ്യാം. ഞാൻ ഇതണക്കുള്ളൊരു മൊബൈൽ ഹോൾഡറിലാണ് ഇത് പ്ലേസ് ചെയ്യാറ്. ഞാനത് കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഞാൻ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യാറ്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഷൗമിയുടെ തന്നെ ആയിട്ടുള്ള കീബോർഡും മൗസും ഓൾറെഡി കിട്ടും. അത് കീബോർഡിൻ്റെ കൂടെ തന്നെ ഒരു ട്രാക്ക് പാഡും കൂടെ ഉണ്ടാവും. ഞാനിങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാറ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അല്ലാണ്ട് എൻ്റെ ഈ ഫോണിൽ ഗെയിം കളിക്കാനായിട്ട് ഞാനൊരു ബേസിക് ആയിട്ടുള്ള സാധാരണ ഒരു കീബോർഡും മൗസും വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനോട് യൂസ് ചെയ്യാനായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ കീബോർഡ്. ഇതും പിന്നെ ഈ മൗസും കൂടിയാണ് ഞാൻ യൂസ് ചെയ്യാറ് സാധാരണ. ഞാൻ ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സാധാരണ ഒരു OTG കേബിളും ഒരു OTG കണക്ടറും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഹബ്ബും കൂടി ചേർത്താണ്. ഇതിനകത്ത് ടോട്ടലി ഒരു 4 പോർട്ട് അടുപ്പിച്ചുണ്ടാവും. ഞാൻ പിന്നെ ഇതിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് നൈസിന് മൗസും കീബോർഡും കൂടി യൂസ് ചെയ്യാറ്. ഇത് അറൗണ്ട് ഒരു 500 രൂപയ്ക്കകത്തേ ഉള്ളൂ ഇത് രണ്ടും കൂടി ചേർത്ത്. എനിക്ക് കോംബോയിലാണ് ഞാൻ വാങ്ങിച്ചത്. വലിയ വിലയൊന്നും ഇല്ല. ഇങ്ങനെയാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറ്. അത് ലൂഫിയുടെ പടം കണക്കുള്ള അല്ലേ ഗൈസ്. അതിലൊരു അത്യാവശ്യം കൊള്ളാമെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെയാണ്. എന്നാലും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞാൻ വാങ്ങിച്ചേക്കണത് 12 GB റാമും 256 ഇൻറ്റേർണൽ സ്റ്റോറേജും ഉള്ളതാണ്. അതിനകത്ത് അത്യാവശ്യം മൾട്ടി ടാസ്ക് ഒക്കെ ചെയ്യാനായിട്ട് നല്ല ബെനിഫിറ്റ് ഉള്ളതാണ് ഫ്രണ്ട്സ്. എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചിടാം. അതായത് ഇതിനകത്ത് ഇതൊരു കമ്പ്യൂട്ടർ സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വിൻഡോസ് ടൈപ്പ് സാധനമാണ്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇത് കാണാൻ അത്യാവശ്യം സാധനം കൊള്ളാം. അതിൽ ഇതിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ആപ്സ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കണക്ക് എടുക്കാൻ പറ്റും.
അപ്പോൾ ഇങ്ങനെ മൗസ് എടുത്ത് അങ്ങനെയൊക്കെ ഇതെനിക്ക് ആപ്ഷൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് 60 Hz ആണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കണ. 144 Hz വരെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ്, പക്ഷേ എനിക്ക് 120 Hz ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളൂ. അത് എനിക്കറിയത്തില്ല എന്താണെന്ന്. ഫോളോവർ ഇങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ ഇത് ഇങ്ങനെ ഇട്ടാനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതായത് ഇപ്പം നമ്മളിപ്പം ഈ ഒരു സാധനം എടുക്കണമെങ്കിൽ, നോട്ട് എടുക്കണമെങ്കിൽ ഇതാണെങ്കിൽ കിടക്കും. അതായത് ഇവിടെ ഇപ്പം കാണിച്ചു തരാം, ഫ്ലോട്ട് ഇങ്ങനെ കിടക്കില്ലേ. അപ്പോൾ അതേസമയം ഞാൻ ഇവിടെ ഇപ്പം ഞാനൊരു മെസ്സേജ് എടുത്തു വെച്ചിട്ട് ക്രോം കണ്ട, ഇത് സാധാ മെസ്സേജ്. ഇനി അടുത്തത് ക്രോം ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വരും. അതേപോലെ തന്നെ ഇതിപ്പം നമുക്ക് ഇങ്ങോട്ടുണ്ടെങ്കിൽ ഇത് മാറ്റാം, ഇങ്ങോട്ട് മാറ്റാം, അങ്ങോട്ട് മൾട്ടി ടാസ്ക് ഒക്കെ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സാധനം ഇവിടെ വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ ഇവിടെയും വർക്ക് ചെയ്യാം. അങ്ങനത്തെ ഉള്ള യൂസുകൾ നല്ല അടിപൊളി യൂസാണ് ഫ്രണ്ട്സ്. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? അതായത് ഫ്രണ്ട് ക്യാമറ ഇങ്ങനെ ചരിച്ചു പിടിക്കാൻ പോകുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇത്തിരി ബെനിഫിറ്റ് ഉള്ളതാണെങ്കിൽ തോന്നി. കാരണം എന്നല്ല, എനിക്ക് പ്ലേസിങ്ങിലില്ല, എന്നാൽ അത്യാവശ്യം സൂം മീറ്റും കാര്യങ്ങളും മറ്റേ അത്യാവശ്യം വീഡിയോ കോളൊക്കെ ചെയ്യണവർക്കായിട്ട് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം എല്ലാവരും ഇങ്ങനെയല്ലേ കൂടുതലും ടാബ് യൂസ് ചെയ്യുള്ളൂ, അല്ലാതെ എല്ലാവരും വെർട്ടിക്കലായിട്ട് അങ്ങനെ പിടിക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഞാൻ ഇത് കാണിച്ചുതരാം, റിഫ്രഷിങ് റേറ്റ് എങ്ങനെയാണ് കാണിച്ചുതരാം ഒരു മിനിറ്റ്. ഇതിപ്പം കറൻ്റ്ലി റൺ ആവണത് 60 Hz ആണെന്നാണ് തോന്നണം. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് കാണിച്ചുതരാം. പിന്നെ വേറെ സംബന്ധിച്ചാൽ ഇത് നമുക്കിങ്ങനെ കൊണ്ടുപോകാമല്ലോ. ഇത് വേണമെങ്കിൽ നമുക്ക് വലുതാക്കാൻ പറ്റും. അതായത് ഇവിടെ കുറച്ച് ഡോട്ട് കാണണ്ട, 3 ഡോട്ട് ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് പോകും, ഫുള്ള് ബാക്കായി പോകും. പിന്നെ നമുക്ക് ഇവിടെ കിടപ്പുണ്ട്, അപ്പോൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ കുത്തിയിട്ട് ഈ സ്ക്വയർ ഉണ്ടോ, ഇതിൽ കുത്തി കഴിഞ്ഞാൽ വലുതായി ഗൈസ്, വലുതായി, അങ്ങനെ വലുതായി ഗൈസ്. ഇനി ഞാൻ എൻ്റെ റിഫ്രഷിങ് റേറ്റ് സംഭവം കാണിച്ചിട്ടുണ്ട്. ഡെവലപ്പർ മോഡ് എവിടെ കിടക്കണം എന്നറിയില്ല ഗൈസ്. ഒരു മിനിറ്റ്, ഞാൻ റിഫ്രഷിങ് റേറ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് വരാമേ ഫ്രണ്ട്സ്. ഞാൻ അങ്ങനെ റിഫ്രഷിങ് റേറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അതായത് ഈ കോർണറിൽ കണ്ട ഗൈസ്, അവിടെ ഒരു 50 എഴുതിക്കുന്നത്, അതാണ് ഇപ്പോഴത്തെ കറൻ്റ് റിഫ്രഷിങ് റേറ്റ് റൺ ആവണം. പക്ഷേ പിന്നെ ജസ്റ്റ് ഒന്ന് മൗസ് ഒന്ന് ഓടിച്ചപ്പോഴത്തേക്ക് അവിടെ 120 ആയിട്ടുണ്ട്. പക്ഷേ 144 ഇതുവരെയായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, അതൊന്നും എനിക്കറിയത്തില്ല. ഇതിപ്പോൾ ഞാൻ ഏതെങ്കിലും ചുമ്മാണെങ്കിൽ ഒരു യൂട്യൂബിലൊരു വീഡിയോ കാണിച്ചു, സ്മൂത്ത് ആണ് ഗൈസ്. ഇൻസ്റ്റാഗ്രാം എടുക്കണമെങ്കിൽ ഇതാണ് ഇപ്പോഴത്തെ. അത് മൗസിൽ എത്രത്തോളം ഇങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ആക്കുന്നേ ഉള്ളൂ. അപ്പം ഇതാണ് കറൻ്റ് റിഫ്രഷിങ് റേറ്റ് പറഞ്ഞത് 120 Hz. ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഈ വീഡിയോ. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ അൺബോക്സിങ് വീഡിയോ ആയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. ഡീറ്റെയിൽ റിവ്യൂ എന്തൊന്നും ഇടാനില്ല, കാരണം ഞാൻ ഇന്ന് പർച്ചേസ് ചെയ്തിട്ട് 2 ദിവസം ആയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്ത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. വേറൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം പിന്നെ കാണാം ഗൈസ്.